വിക്രമാദിത്യന് തന്നോട് സ്നേഹമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലും സന്ദേഹമാണ് നിറഞ്ഞു നിൽക്കുന്നത്. മല്ലികയുമായുള്ള തൻ്റെ ബന്ധം അദ്ദേഹത്തിന് പൂർണ്ണമായും ഉൾക്കൊള്ളാനാകുന്നില്ല. പെട്ടെന്ന് മനസ്സിൽ എന്തു ബന്ധം എന്ന തോന്നലുയർന്നു വന്നെങ്കിലും അത് കേട്ടില്ലെന്ന് നടിച്ചു. രാജനൈതികമായ ബന്ധങ്ങളാണ് രാജ്യത്തിൻ്റെ ശക്തി. ബന്ധങ്ങൾ കൂടുതൽ ശക്തങ്ങളാക്കാനാണ് യഥാർത്ഥ രാജനീതിജ്ഞർ ശ്രമിക്കുക. രാജനൈതികമായ യാതൊരു പ്രാധാന്യവുമില്ലാത്ത കവിയേക്കാളും രാജപരീക്ഷയിലെത്തിയ മറ്റുള്ളവർക്കാണ് രാജാവ് പ്രാധാന്യം കൊടുക്കുക. രാജസദസ്സിലെ മിക്കവരും കലാസാഹിത്യത്തിലുള്ള തങ്ങളുടെ കഴിവിനുമപ്പുറം രാജനീതിജ്ഞരാണ്. അവർക്ക് സ്വന്തം ഇരിപ്പിടം ഉറപ്പിക്കാനുള്ള രാജനീതിയുടെ കലയറിയാം. തനിക്കറിയാത്തതുകൊണ്ടായിരിക്കണം നിഷ്കാസിതനാകേണ്ടി വന്നത്. സ്നേഹപൂർണമായ യാത്രയയപ്പായിരുന്നെങ്കിലും നിഷ്കാസനം തന്നെയാണ്. പക്ഷേ ഉജ്ജയിനി തന്നെ വിട്ടുപോകാൻ അനുവദിക്കുന്നുമില്ല. താൻ ഉജ്ജയിനിയിൽ എത്തി സ്ഥാനമുറപ്പിച്ചത് കവി എന്ന നിലയിലാണ്. അവിടെ തനിക്ക് വേരുകളില്ല. ഉണ്ടായിരുന്ന അഥവാ ഉള്ള വേരുകൾ തനിക്ക് കണ്ടെത്താനായിട്ടില്ല. എവിടെയും വേരുകളാണ് നിലനിൽപ്പിനാധാരം. അവ കണ്ടെത്തിയേ തീരൂ. ഇപ്പോൾ തന്നെ ഉജ്ജയിനിയുമായി ബന്ധിപ്പിക്കുന്നതായി ഒന്നും കാണാനില്ല. മഹാരാജാവ് വിക്രമാദിത്യനുമായി സൗഹൃദത്തിൻ്റെ സ്നേഹബന്ധമുണ്ട്. ആ സൗഹൃദം മാത്രമാണ് തനിക്ക് ഉജ്ജയിനുമായുള്ള ബന്ധം. പിന്നെ നിചുലൻ, അതുപോലെ മറ്റു ചില സഹൃദയർ, തൻ്റെ രചനകൾ ഇഷ്ടപ്പെടുന്നവർ, അതിൻ്റെ പേരിൽ തന്നെ ബഹുമാനിക്കുന്നവർ. മല്ലികയുമായുള്ള ബന്ധമെന്താണ്? ഇനിയും വ്യക്തമല്ല. മല്ലികയ്ക്ക് താൻ ആരാധനാപാത്രം മാത്രമാണോ? കവിയോടുള്ള ആരാധന മാത്രമാണോ തന്നോടുള്ള വികാരം? അല്ല എന്ന് മനസ്സിലാക്കാൻ ദിവ്യമായ കഴിവുകൾ ആവശ്യമില്ല. അധികം ചിന്തിക്കേണ്ടതുമില്ല. ഉജ്ജയിനിയിൽ നിന്നും തന്നെ യാത്രയാക്കുമ്പോഴുള്ള ഭാവം, ആർദ്രമായ കണ്ണുകൾ, വിറകൊള്ളുന്ന ചുണ്ടുകൾ, അനുരാഗമാണ് മുഖത്ത് നിറഞ്ഞു നിന്നത്. മഹാരാജാവിന് തങ്ങളുടെ ബന്ധത്തിൻ്റെ സ്വഭാവം മനസ്സിലാകുന്നുണ്ടാകണം. അതാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വ്യക്തമായ സൂചന നൽകിയത്. പക്ഷേ തൻ്റെ അസാന്നിധ്യത്തിൽ രാജപരിഷത്തിലെ അംഗങ്ങൾ തനിക്കെതിരെ കൂടുതൽ ദോഷാരോപണങ്ങൾ ഉന്നയിച്ചേക്കും. അതിനെയെല്ലാം നേരിടാൻ മഹാരാജാവിനാകുമോ? മല്ലികയ്ക്ക് എന്തു ചെയ്യാനാകും? കാളിദാസൻ എന്തു ചെയ്യണമെന്നറിയാതെ ദിവസങ്ങൾ തള്ളിനീക്കി. ആശ്രമത്തിൽ ഋഷിമാർ തങ്ങളുടെ ദൈനംദിന കർമ്മത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞിരുന്നു. അവരുമായി പലപ്പോഴും കാവ്യങ്ങളെക്കുറിച്ചും ശാസ്ത്രങ്ങളെക്കുറിച്ചുമെല്ലാം സംസാരിച്ചു. തൻ്റെ ഹിമാലയ യാത്രയെക്കുറിച്ച് കേൾക്കാൻ പലർക്കും താൽപ്പര്യമായിരുന്നു. ആരോ രാമഗിരിയെക്കുറിച്ച് പറഞ്ഞു. പണ്ട് ശ്രീരാമൻ സീതാസമേതനായി വനവാസത്തിന് പുറപ്പെട്ടിരുന്നു. അവർ ലക്ഷ്മണനോടൊപ്പം ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രീരാമൻ്റെ ചരണസ്പർശം കൊണ്ട് പവിത്രമാണത്രേ രാമഗിരി. നീർച്ചാലുകൾ വന്നു ചേർന്ന് രൂപം കൊണ്ട തടാകത്തിൽ ജാനകീദേവി സ്നാനം നടത്തിയിട്ടുണ്ട്. ശിലാതൽപ്പങ്ങളിൽ അവർ വിശ്രമിച്ചിട്ടുണ്ട്. രാമന് സീതാവിരഹത്തിലുണ്ടായ ദുഃഖം എന്താണെന്ന് ഊഹിക്കാം. താനും വിരഹദുഃഖം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ ദുഃഖം മറ്റൊരു തലത്തിലാണ്. മല്ലിക തൻ്റെ പത്നിയാണെന്ന് പറയാനാവില്ല. തനിക്ക് എന്തോ വിശേഷാൽ വികാരം മല്ലികയോടുണ്ട്. അതിനപ്പുറം അതിനെ വ്യാഖ്യാനിക്കാനാവില്ല. എന്നാൽ രാമനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പത്നിയെയാണ് നഷ്ടപ്പെട്ടത്. ഭീകരനായ രാക്ഷസനാണ് ദേവിയെ തട്ടിക്കൊണ്ടുപോയത്. ക്രമേണ കാളിദാസന് താൻ ഏതോ ദേശത്തു നിന്നും നിഷ്കാസനം ചെയ്യപ്പെട്ട് ശിക്ഷ അനുഭവിക്കുന്ന യക്ഷനാണെന്ന് തോന്നാൻ തുടങ്ങി. പണ്ട് പാർവതി ശിവനെ നേടാൻ വേണ്ടി തപസ്സു ചെയ്യുകയുണ്ടായി. താരകാസുരവധത്തിന് ശിവപാർവതി സൂതൻ ഉണ്ടാകേണ്ടത് ദേവകളുടെ ആവശ്യമായിരുന്നു. തൻ്റെ വിയോഗം ആരുടെ സൃഷ്ടിക്കും തടസ്സമായി ഭവിക്കുന്നില്ല. തന്നെ വരിക്കാൻ മല്ലിക തപസ്സു ചെയ്യുന്നുണ്ടാകുമോ? അതോ വിക്രമാദിത്യൻ ഏതെങ്കിലും രാജകുമാരനെ കണ്ടെത്തി വിവാഹം നിശ്ചയിച്ചാൽ മല്ലിക വരണമാല്യവുമായി കതിർ മണ്ഡപത്തിലേക്ക് നടക്കുമോ? ദൂരെ രാമഗിരി ആശ്രമത്തിൽ കഴിയുന്ന താൻ മടങ്ങിച്ചെല്ലുന്നതും കാത്ത് മഹാദേവനെ കാത്തുനിന്ന കന്യാകുമാരിയിലെ ദേവിയെപ്പോലെ അവൾ കാത്തു നിൽക്കുമോ? പക്ഷേ അങ്ങനെ കാത്തു നിൽക്കണോ എന്ന് കാളിദാസൻ്റെ മനസ്സിലിരുന്ന് ആരോ മറുചോദ്യം ചോദിച്ചു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ആഷാഢമാസം സമീപിച്ചു. മേഘാവൃതമായ അന്തരീക്ഷം. ഋതുസംഹാരത്തിൽ എഴുതിയത് കാളിദാസൻ ഓർത്തു. രാജകീയ പ്രൗഢിയോടെ കടന്നുവരുന്ന വർഷകാലം.
മദമത്തരായ കുഞ്ചരങ്ങളുടെ അകമ്പടിയോടെ ഇടിമിന്നൽ പതാകകളുമായി അങ്ങകലെ പർവ്വതങ്ങൾക്കപ്പുറത്ത് നിന്ന് വർഷകാലം വരികയായി. ക്രമേണ വാദ്യമേളങ്ങളും മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങും. കാലാവസ്ഥ മാറിയതനുസരിച്ച് മനസ്സിൻ്റെ ഉള്ളറകളിൽ തളം കെട്ടിക്കിടന്ന വിരഹത്തിൻ്റെ നോവുകൾ തീവ്രമാകാൻ തുടങ്ങി. കാളിദാസൻ കാർമേഘങ്ങൾ നീങ്ങിവരുന്ന ആകാശത്തേക്ക് ദൃഷ്ടിയൂന്നിയിരുന്നു. ആകാശം മേഘാവൃതമായിരിക്കുന്നു. ചില പറവകൾ വൃഷ്ടിക്കു മുമ്പേ ചേക്കേറാൻ ഉത്സാഹപൂർവ്വം പറന്നു നീങ്ങി. ചാതകങ്ങൾ ഇപ്പോൾ മഴ പെയ്യുമെന്നും ആവോളം ജലം കുടിക്കാമെന്നും കരുതി വൃക്ഷശിഖരത്തിൽ തയ്യാറായി ഇരിക്കുന്നുണ്ട്. മയിലുകൾ പീലി വിടർത്തി നൃത്തം ആരംഭിച്ചു കഴിഞ്ഞു. കാലം മാറുന്നത് അവയ്ക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അങ്ങകലെ പർവ്വതശിഖരത്തിൽ നീർത്തുള്ളികൾ വീഴാൻ തുടങ്ങിയിരിക്കുന്നു. ചാതകങ്ങൾ പറന്നുയർന്ന് നീർത്തുള്ളികളെ കൊക്കിലൊതുക്കാൻ വെമ്പുന്നു. മഴത്തുള്ളികൾ പൊഴിയാൻ തുടങ്ങിയപ്പോൾ പ്രകൃതിയുടെ സംഗീതം മാറി. ചാതകങ്ങൾക്ക് സന്തോഷത്തിൻ്റെ സ്വരം പുറപ്പെടുവിക്കാനായിരിക്കുമോ? മയിലുകൾക്കും തങ്ങളുടെ കൂജനത്തിലൂടെ സന്തോഷം പ്രകടിപ്പിച്ചേ കഴിയൂ. മിന്നൽ പിണരുകൾക്കൊപ്പം പെരുമ്പറമേളവും മുഴങ്ങിക്കേൾക്കുകയായി. മനോഹരമായ ദൃശ്യം. വൃക്ഷശിഖരങ്ങൾ വെള്ളത്തുള്ളികളുടെ ഭാരം താങ്ങാനാകാതെ കുനിയുന്നു. നീർക്കണങ്ങൾ ഒന്നുചേർന്ന് നീർച്ചോലകളായി ഒഴുകി അരുവിയായി രൂപപ്പെട്ട് മലമുകളിൽ നിന്നും താഴേക്ക് ഒഴുകുന്നത് അവിടവിടെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. ക്രമേണ ഓരോരോ മലകളിലും പെയ്തിറങ്ങിക്കൊണ്ട് കുടീരത്തിൻ്റെ മുകളിലും മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. ദൂരെയുള്ള മലകൾ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു. ഒരു യവനിക രൂപപ്പെടുന്നു. കാളിദാസൻ മുന്നോട്ട് നീങ്ങി ഒരു കൈ ജലം സംഭരിച്ചു. പുതുമഴയുടെ ജലം. ഒരു കവിൾ കുടിച്ചു. വീണ്ടും ഒരു കൈ കൂടി. വീണ്ടും വീണ്ടും. അമൃതവർഷിണിയാണ് മഴമേഘങ്ങൾ എന്നു തോന്നി. മനസ്സ് വീണ്ടും ഉജ്ജയിനിയിലെത്തി നിന്നപ്പോൾ രാജവീഥികളിലും ഉപവനങ്ങളിലും മനോഹരങ്ങളായ ഹർമ്മ്യങ്ങളിലും ഉഴറി നടന്നു. ഉജ്ജയിനിയുടെ സൗന്ദര്യം മറ്റെങ്ങുമല്ല. ചണ്ഡീശ്വരനായ കാലേശ്വരൻ്റെ സാന്നിധ്യം കൊണ്ട് പാവനമായ തീർത്ഥസ്ഥലമാണ് ഉജ്ജയിനി. മഴക്കാലത്ത് ക്ഷിപ്ര നിറഞ്ഞൊഴുകും. മഴ ആർത്തുലച്ചു വരുമ്പോഴും വാണിഭസ്ഥലങ്ങളിലും വീഥികളിലുമുള്ള ജനങ്ങൾ വീടുകളിലേക്ക് തിടുക്കത്തിൽ പോകും. മരച്ചുവട്ടിലും വീടുകളുടെ ഓരങ്ങളിലും വഴിയമ്പലങ്ങളിലും ആളുകൾ നനയാതിരിക്കാൻ തിക്കിത്തിരക്കും. വൃക്ഷങ്ങളിൽ നിന്ന് ജലഗണങ്ങൾ ഇറ്റിറ്റു വീണുകൊണ്ടിരിക്കും. ചിലരൊക്കെ കയറി നിൽക്കാൻ ഇടം കിട്ടാതെയോ മറ്റോ നനഞ്ഞുപോകും. വർഷകാലം മാരിയിൽ നനഞ്ഞു കുളിക്കുന്നതും സന്തോഷമുള്ള കാര്യം തന്നെയാണ്.